ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഷാനവാസിക്ക വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരു രഹസ്യവും മിക്ക അറിയാതെ പെങ്ങന്മാരുടെ ഉള്ളിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഷാനവാസ് എല്ലാം വള്ളി പുള്ളി തെറ്റാതെ അറിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ നാളെ ഇതെന്താണെങ്കിലും ചോദിക്കും. അപ്പോ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പ്രത്യേകം അനുമോള് പറയുന്നുണ്ട്. ഇത് അനീഷേട്ടന്റെ അടുത്ത് ചോദിക്കാനൊന്നും പോകരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഇതൊരു ഫൺ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്, കളിയാക്കുകയാണ്. ഇത് താറാവ് ബിരിയാണി കഴിക്കാനുള്ള വകയുണ്ട് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. പിന്നെ അനീഷിന്റെ ഭൂസ്വത്ത് കാര്യങ്ങള് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് പരിഗണിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് വേറെ തന്നെ രീതിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് ഈ ഒരു സംഭവത്തെ. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളിത് ലാലേട്ടൻ ചോദിക്കാൻ മാത്രം രീതിയിലാണോ നിങ്ങളിരുന്ന് സംസാരിച്ചത്? അത്രയും ഡീപ്പായിട്ടാണോ നിങ്ങൾ സംസാരിച്ചത്? അനുമോട് പറയുന്നുണ്ട്, ഊഞ്ഞാലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാണ് സംസാരിച്ചത്. അപ്പൊ ഷാനവാസ് പറയുന്നു, സജഷന് വൈഡ്, അവന്റെ അപ്പുറത്തുള്ള സജഷൻ ഇപ്പുറത്തുള്ള വൈഡ്, അങ്ങനെയൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. നീ ആർട്ടിസ്റ്റ് അല്ലേ, നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഷാനവാസിന്റെ ഈ ഒരു സംസാരം കേട്ടിരിക്കാൻ രസമായിരുന്നു കേട്ടോ, ഇവരുടെ അടുത്ത് ഉള്ള ഈ ഒരു സംസാരം. അപ്പോ അതിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോ ഈ സംസാരിക്കുന്നവരെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹായ് എന്ന് പറയുന്നുണ്ട് ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്ന ഡിസ്കഷൻ. അനീഷ് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, അനുമോള് പുറകെ പോകുന്നുണ്ട്, പക്ഷെ അനീഷ് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഞാൻ നോക്കിയിട്ട് തീർച്ചയായിട്ടും അനീഷിനെ കുറ്റം പറയാനായിട്ടൊന്നും പറ്റില്ല. ഞാൻ അനീഷിനെ കുറ്റം പറയുകയില്ല. ഇങ്ങനൊരു റിജക്ഷനൊക്കെ ഒരിക്കലെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം വേദനയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇവിടെ റിജക്ഷൻ മാത്രമല്ല, അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വെറുതെ ഒരു കോമാളിയാക്കി പ്രസന്റ് ചെയ്യുകയും കൂടി ചെയ്തു പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. അതും കൂടി ഉണ്ട്. അത് മാത്രമല്ല, ഈ പുറകെ നടന്നുകൊണ്ടിരുന്നത് അനീഷ് അല്ലല്ലോ. അനീഷ് മര്യാദയ്ക്ക് പുള്ളിയുടെ കാര്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അനുമോളാണ് അതിന് ഇടയ്ക്ക് കയറി ഹാർട്ട് കാണിക്കുന്നു, അത് കാണിക്കുന്നു, പിന്നെ എന്താണ് ഇച്ചായാന്ന് വിളിക്കുന്നു. അപ്പോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഓവറായിട്ട് പറഞ്ഞ് ഞാൻ ഡീഗ്രേഡ് ചെയ്തു എന്നൊന്നും ആക്കണ്ട. കാരണം എനിക്ക് രണ്ടുപേരും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ തന്നെയാണ്. രണ്ടുപേരുടെയും ഗെയിമിനെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിമർശിച്ച് ഞാൻ ഡീഗ്രേഡിംഗ് ലെവൽ ഒന്നും ആക്കി തീർക്കുന്നില്ല. പലരും ചെയ്യുന്ന പോലെ ഡീഗ്രേഡിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതിനകത്ത് അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് 100% ന്യായം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.